പുഴുങ്ങിയെടുത്തു. ഇവിടെ വന്നപ്പോ ഞങ്ങളും കുട്ടികളായി ഗൈസ്. ഹലോ എവ്രി വൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ ഒക്കെ ആണല്ലോ. രാവിലെ പള്ളിയിലൊക്കെ പോയി പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെ പെണ്ണിനെയും കൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ഒരു ചെറിയ എന്റർടൈൻമെന്റ്, അവിടെ നിന്ന് ചെറിയ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി പാർക്കിലേക്ക് പോവാന്നൊക്കെ വിചാരിച്ചു. ഇതിനു മുന്നേ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോണത്. എങ്ങനെയിരിക്കും അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് ഇനി കണ്ടറിയണം. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ പാർക്കിൽ പോയിട്ട് കാണാം. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് വന്നതെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇച്ചിരി ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചായം സ്ഥലം കണ്ടത് ആദ്യമേ പോയി ഓടിച്ചാടി കയറിയിരുന്നത് ഊഞ്ഞാൽ കസേരയിലായിരുന്നു. അപ്പം അതാണ് അവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ. ഇവിടെ വന്നപ്പോൾ ഞങ്ങളും കുട്ടികളായി ഗൈസ്. ഇച്ചായനെ ഇഷ്ടപ്പെട്ടതിന് ഇച്ചായൻ കയറിയിരുന്നപ്പോൾ പിന്നെ ഞാനും മടിച്ചില്ല, എനിക്ക് പറ്റുന്നത് നോക്കി ഞാനും കയറിയിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ആടാൻ പറ്റുന്ന ഒരു സംഭവം ആയിരുന്നില്ല. അപ്പം ഞാൻ ആച്ചൂനെയും കൂടെ കൂട്ടി. അങ്ങനെ ഇച്ചായൻ വന്ന് ആട്ടി തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനും തല ഇറങ്ങി തുടങ്ങി. പതിയെ അവിടെ നിന്ന് ഇറങ്ങി ഞാനും ഊഞ്ഞാൽ കസേരയിൽ കയറി കുറച്ച് നേരം കളിച്ചു. അതിനുശേഷം പിന്നെ ഓരോ സംഭവത്തിലും അവളെ കൊണ്ടുവന്ന് ഇരുത്തി നോക്കി. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര ഒന്നും ഹാപ്പി ആയില്ല അവൾ. എന്നാലും അവളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഞങ്ങളും ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അവളാകെ മൊത്തം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു. പാടി വെറുപ്പിക്കുകയെന്ന് ആരും വിചാരിക്കരുത്. സത്യം പറഞ്ഞല്ല, വെറുതെ തോന്നിയപ്പോൾ പാടിയെന്ന് മാത്രം. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സമയം കളഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചായ ഇല്ലായിരുന്നു. എന്നാലും ഒരു ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ തിന്നതിൻ്റെ പുറകെ ഒരു 8ൻ്റെ പണി എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയത് കണ്ടിട്ടുണ്ടാവാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം വയനാട്ടിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെങ്കിലും അതെനിക്ക് ഇന്നേ വരെയും എക്സ്പീരിയൻസ് ചെയ്യാൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് അത്രയൊന്നും വലുതല്ല, ചെറുതാണെങ്കിൽ പോലും. ചായം കയറിയപ്പം പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ പേടിയൊന്നും തോന്നില്ല, കാരണം ഒരുപാട് താഴ്ചയൊന്നും ഇല്ലായിരുന്നു. ചെറിയ ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. കുറച്ച് നേരം എടുത്ത്. അപ്പോൾ അവളിപ്പോൾ ഈ കരഞ്ഞത് അവളെ ബോൾ ഹൗസിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ടാണ്. കാരണം അവൾക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഒരു ചേട്ടച്ചനെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങുന്ന സമയമായപ്പോഴത്തേനും നല്ല മഴ പെയ്തു. അപ്പം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു കാറിൽ പോകാൻ നേരത്ത് നല്ലൊരു മഴ കിട്ടണം എന്നുള്ളത്. കാരണം നല്ലൊരു മഴയും ഒരു പാട്ടും ഒക്കെ ആകുമ്പോൾ അടിപൊളിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ചേട്ടത്തിക്ക് വയ്യാത്തതുകൊണ്ട് ചേട്ടത്തിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടത്തിയുടെ പപ്പയും മമ്മിയും നാത്തൂനും ആങ്ങളെയും കൊച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആച്ചൂനാണെങ്കിലും അതൊരു എൻ്റർടൈൻമെൻറ്റായി. അവൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവരുടെ കൂടെയൊക്കെ കളിച്ചു. അതെന്നാ പരിപാടിയാണ് കാണിച്ചത്. അപ്പോൾ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
നേരത്തെ പാടിയ പാട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊരുപാട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പാട്ട് അറിഞ്ഞു വെച്ച് പാടിയതല്ല, കാഷ്വലായിട്ട് പാടിയതാണ്. അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആക്ച്വലി സോറി ചോദിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ പറ്റുമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെയും ബൈ ബൈ.